തെക്കൻ ഗാസയിലെ മൊറാഖ് ഇടനാഴിയിൽ സൈന്യത്തെ വിന്യസിച്ച് ഇസ്രയേൽ. അധിനിവേശം ശക്തിപ്പെടുത്തുന്നതിനും ഗാസ മുനമ്പ് വിഭജിക്കുന്നതിനുമുള്ള ഇസ്രയേലിന്റെ പുതിയ പദ്ധതിയുടെ ഭാഗമാണ് മൊറാഖിലെ സൈനിക വിന്യാസം. തെക്കൻ ഗാസ നഗരങ്ങളായ റഫയെയും ഖാൻ യൂനിസിനെയും വേർതിരിക്കുന്ന തന്ത്രപ്രധാന ഇടനാഴിയായ മൊറാഖ് ഇസ്രയേലിന്റെ തുടർച്ചയായ സൈനിക നീക്കത്തിലെ ഏറ്റവും പുതിയ ശ്രദ്ധാകേന്ദ്രമായി മാറിയിട്ടുണ്ട്. 36 ഡിവിഷനിലുള്ള സൈനികരെയാണ് മൊറാഖ് ഇടനാഴിയിൽ വിന്യസിച്ചിട്ടുള്ളത്. 2024 മെയ്യിൽ ഗാസ ഈജിപ്ത് അതിർത്തിയിലുള്ള ഫിലാഡൽഫി ഇടനാഴി ഏറ്റെടുത്തതിന് സമാനമായി മൊറാഖ് ഇടനാഴിയുടെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള പദ്ധതികൾ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പുതിയ നടപടിയെ പലസ്തീൻ ഉദ്യോഗസ്ഥർ അപലപിച്ചു. ഗാസ മുനമ്പിനെ ഭൗതികമായി വിഭജിക്കുകയും പ്രദേശത്ത് ഇസ്രയേലി സൈനിക സാന്നിധ്യം തുടരുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യമെന്നും ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. ഹമാസിന്റെ ചലനശേഷി പരിമിതിപ്പെടുത്തുക, ആശയവിനിമയ മാർഗങ്ങൾ തടസ്സപ്പെടുത്തുക, പ്രാദേശിക നിയന്ത്രണം ദുർബലപ്പെടുത്തുക എന്നിവ ലക്ഷ്യമിട്ടുള്ള വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമാണ് ഇടനാഴികൾ പിടിച്ചെടുക്കുന്നത്.